അപ്പോഴേ കാലത്തെ എൻ്റെ പണി എന്താണെന്നറിയാമോ? ഞാൻ ഈ മുളകിനൊക്കെ ഒന്ന് വളമിടണേ കേട്ടോ. അപ്പോൾ വളമെന്ന് പറഞ്ഞാലുണ്ടല്ലോ, നമ്മൾ സവാള, ഉള്ളി ഒക്കെ പൊളിച്ച് വെളുത്തുള്ളിയൊക്കെ പൊളിക്കുമ്പോൾ ആ തൊണ്ടുണ്ടല്ലോ, അതെല്ലാം ഞാൻ കൂട്ടി വെച്ചേക്കും. പിന്നെ ഇതിൽ ചേനത്തൊണ്ടുണ്ട്, പിന്നെ പച്ചക്കാത്തൊണ്ടുണ്ട്, അങ്ങനെ ഉരുളൻകിഴങ്ങിൻ്റെ തൊണ്ടുണ്ട്, അങ്ങനെ എല്ലാം ഞാൻ ഇങ്ങനെ കൂട്ടി വെച്ചേക്കും കേട്ടോ. എന്നിട്ട് ഞാൻ കൂടി കഴിയുമ്പോൾ എല്ലാം പച്ചമുളകിൻ്റെ കടക്കയിൽ ഇട്ട് കൊടുക്കും. എന്നിട്ട് വെള്ളം ഒഴിക്കും. ഇതാണ് കേട്ടോ എൻ്റെ വളം. മുളകിന് ഇട്ട് കൊടുക്കുന്ന വളം ഇതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാത്തിനും കുറേശ്ശെ ഇട്ട് കൊടുക്കും. ഇതിൽ മുട്ടത്തൊണ്ടൊക്കെ ഉണ്ടാവും കേട്ടോ. പഴത്തൊലി എല്ലാം ഉണ്ടാവും. ഒന്നും ഞാൻ കളയില്ല, എല്ലാം ഞാൻ ഇങ്ങനെ കൂട്ടി വെച്ചേക്കും. അപ്പോൾ എൻ്റെ വളമിടലൊക്കെ കഴിഞ്ഞിട്ടാ. ഇനി ഒന്ന് നനച്ച് കൊടുത്തിട്ടും നമുക്ക് പുറകിലേക്ക് പോകാം. നനച്ച് കൊടുക്കാൻ പോവാണ്. കുറച്ച് വളം നമുക്ക് വേപ്പിനിട്ട് കൊടുക്കാം കേട്ടോ. എനിക്കൊരു 4 വേപ്പുണ്ട് കേട്ടോ. ചെറിയ വേപ്പാണ്. ഞാൻ വിത്തിൽ നിന്നൊക്കെ ഇലയൊക്കെ പറിക്കോട്ടെ. അതുകൊണ്ട് വേപ്പ് മുകളിലോട്ട് വളരാത്തതെന്ന് തോന്നുന്നു. വളം ഇട്ട് കൊടുക്കും. ഈ വളം തന്നെ ഇട്ട് കൊടുക്കും. എന്നിട്ട് അല്പം മണ്ണൊക്കെ എൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കും കേട്ടോ. ചുറ്റിലുള്ള മണ്ണ് തന്നെ, അല്ലെങ്കിൽ കാക്ക എന്തെങ്കിലുമൊക്കെ കൊത്തിയെടുക്കും. അപ്പോൾ വളം ഇട്ടിട്ടും ഈ സംഭവങ്ങൾ തന്നെ ഇട്ടിട്ടും അല്പം മണ്ണും ഇതിലിട്ട് കൊടുക്കും. അടുത്ത വേപ്പ് ഇതാണ് കേട്ടോ. ഇതിലല്പം ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു വേപ്പ് ഇതാണ് കേട്ടോ. ഇത് പക്ഷേ എന്തോ സംഭവിച്ച് ഉണങ്ങിയിട്ടുണ്ട്. അത് പറഞ്ഞാൽ വളം ഇടുന്നില്ല. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു മത്ത പിടിച്ചിട്ടുണ്ട്. മത്ത ഇങ്ങനെ നീണ്ട് പോകുന്നുണ്ട്. മത്ത 2 പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മത്ത വലുതാവട്ടെ. പക്ഷേ കുറച്ച് കടക്കയിൽ, മത്തയുടെ കടക്കയിൽ ഇത്തിരി ഇട്ട് കൊടുത്തേക്കാം. മത്ത പണ്ട് എനിക്ക് മത്ത ഇഷ്ടം പോലെ ഉണ്ടായതാണ് കേട്ടോ. ഞാൻ നല്ല വലിയ മത്തങ്ങയൊക്കെ എനിക്ക് കിട്ടുമായിരുന്നു. മത്തപ്പൂവും മത്തപ്പൊടിയൊക്കെ എടുക്കുമായിരുന്നു. മത്തക്ക് ഇത്തിരി വളമൊക്കെ കിടക്കട്ടെ.
വേപ്പ് ഇതാണ് കേട്ടോ. ഇതിന് കുറച്ച് പൊക്കം വെച്ചിട്ടുണ്ട്, പക്ഷേ ഇതിന് ശിഖരങ്ങളൊന്നും ആയിട്ടില്ല. അപ്പോൾ അതിനല്പം ഇട്ട് കൊടുക്കാം. മീതയിൽ മണ്ണിട്ടില്ലെങ്കിൽ കാക്ക ഇതൊക്കെ എടുത്തുകൊണ്ട് പോകും. വേപ്പിന് ഞാൻ 2 നേരം നനച്ച് കൊടുക്കും കേട്ടോ. വേപ്പിനും നനച്ച് കൊടുക്കും, മുളകിനും 2 നേരം നനച്ച് കൊടുക്കും. അടുത്ത പരിപാടി എന്താണെന്നാ, കത്തി കൊണ്ടുള്ള പരിപാടിയാണ്. എന്താണെന്നാ, നമുക്കൊരു ചെമ്മിപ്പുളിയുണ്ട്. ചെമ്മിപ്പുളിയുടെ ഈ ശേഖരങ്ങളൊക്കെ ഇല്ലേ, ചെറിയ ചെറിയ ശേഖരങ്ങളൊക്കെ ഞാൻ വെട്ടി നിർത്തും കേട്ടോ. എന്നാലേ പുളി ഉണ്ടാവുള്ളൂ. കണ്ടോ, വെട്ടി മാറ്റും. ഇതും ഇങ്ങനെ വെട്ടി മാറ്റുമ്പോൾ ഉണ്ടല്ലോ ധാരാളം പുളി ഉണ്ടാവും കേട്ടോ. ഒറ്റ ശേഖരങ്ങളും ഉണ്ടാവില്ല, വലുതല്ലാതെ ചെറുതൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ കണ്ടോ, ഇവിടെയൊക്കെ പൂത്തിട്ടുണ്ട്, നന്നായിട്ട് പുളി ഉണ്ടാവും ഇനി ഇവിടെയൊക്കെ. അതാണ് ഒരു പരിപാടി കേട്ടോ. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് അറിയാമോ, വാഴയുടെ ഇങ്ങനെ ഉണക്കയിലേക്ക് ഇങ്ങനെ ഉണ്ടാവില്ലേ, അതൊക്കെ എല്ലാം ഞാൻ വെട്ടി നീറ്റാക്കി നിർത്തും കേട്ടോ. കത്രികക്ക് കണ്ടോ, ഇങ്ങനെ വെട്ടിയെടുക്കും. അല്ലെങ്കിലേ നമ്മളൊക്കെ ഈ മുടിയൊക്കെ വെട്ടി നീറ്റാവില്ലേ, അതുപോലെ വാഴേനെ ഒന്ന് ഞാൻ നീറ്റാക്കാറുണ്ട് കേട്ടോ ഇടക്ക്. അപ്പോൾ ഒരു പരിപാടി ഇതാണ്. ഈ വാഴയില അങ്ങനെ കത്തിച്ച് കളയും. ഈ വാഴ കാരണം അധികം ഇല്ലാത്ത കണ്ടോ, എല്ലാം ഞാൻ നീറ്റാക്കി നിർത്തുന്നതാണ്. ഇതാണ് കേട്ടോ വാഴക്കൊല, 2 ഉണ്ട്. കർപ്പൂര വലിയ വാഴക്കൊലയാണ് കേട്ടോ, 2 ഒപ്പം നിൽക്കണം. ഒപ്പം പൂ കുലച്ചതാണ് 2 വാഴയും. ഇത് പാളയംകുടം വാഴയാണ് കേട്ടോ. അപ്പോൾ അത് കുലച്ചിരിക്കുന്നതാണ്. അതിൻ്റെ വാഴയില ഞാൻ ഈ ഉണക്കയിലൊക്കെ എല്ലാത്തിൻ്റെ വെട്ടി മാറ്റും കേട്ടോ. അപ്പോൾ പാളയംകുടൻ ഈ വാഴയും കൊല വന്ന് നിൽക്കണതാണ്. വാഴക്കൊന്നും നനക്കാറില്ല കേട്ടോ. പിന്നെ അത് കൊടിയ വേനലിന് ഞാൻ കുറേശ്ശെ രാവിലെ നനക്കാറുണ്ട്. പക്ഷേ മുളകിനും വേപ്പിനൊക്കെ ഡെയിലി 2 നേരം, കാലത്തും വൈകുന്നേരം നനച്ച് കൊടുക്കും. അപ്പോൾ കുറച്ച് നേരം ഞാൻ എൻ്റെ കൃഷിത്തോട്ടത്തിൽ കാലത്തും വൈകുന്നേരം ഉണ്ടാവും കേട്ടോ. ഇതൊക്കെയാണ് എൻ്റെ ചെറിയ ഒരു കർഷകരുടെ പരിപാടികൾ. ഓക്കേ.